അടിമകളുടെ അവകാശങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്ന രണ്ടാമത്തെ കാര്യം അവരുടെ കഴിവിന് അതീതമായത് കൽപ്പിക്കരുത് എന്നാണ്. അതിന് സ്വലാസ്ലം തങ്ങൾ പറഞ്ഞു, വലാ തുകല്ലിഫുഹും മാ യഗ്ലിബുഹും ഫഇൻ കല്ലഫ്തുമൂഹും ഫഅഈനുഹും അലൈഹി എന്നാണ്. ഒരിക്കലും അടിമകൾക്ക് താങ്ങാനാവാത്തത് അവരോട് കൽപ്പിക്കരുത്, നിർബന്ധിക്കരുത്. അവരോട് നിങ്ങൾ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിൽ അവരെ സഹായിക്കണം എന്നാണ് ഉടമകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വസിയ്യത്ത്. ഇതേപോലെ അടിമകൾക്ക് ഭക്ഷണം നൽകണം, വസ്ത്രവും എന്നുള്ളതാണ്. ആ വിഷയത്തിൽ ഹദീസ് നോക്കി നിങ്ങൾ, ഇബ്നു ഹിബ്ബാൻ്റെ ഹദീസാണ്. ലിൽ മംലൂക്കി തആമുഹു വ കിസ്വതുഹു, അടിമക്ക് ഭക്ഷണവും വസ്ത്രവും അവകാശമായുണ്ട്. പിന്നെ വലാ യുകല്ലഫു ഇല്ലാ മാ യുതീഖ്, താങ്ങാനാവാത്തതല്ലാതെ അവനോട് കൽപ്പിക്കരുത്. ഫൈൻ കല്ലഫ്തുമൂഹും ഫഅഈനുഹും, ഇനി അവരോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ആ കൽപ്പിച്ചതെടുക്കാൻ സഹായിക്കണം. വലാ തുഅദ്ദിബു ഇബാദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിമകളെ നിങ്ങൾ ശിക്ഷിക്കരുത്, പീഡിപ്പിക്കരുത്. ഖൽഖൻ അംസാലക്കും, ഖൽഖൻ അംസാലക്കും, നിങ്ങളെപ്പോലുള്ള പടപ്പുകളാണ് അവരും. അടിമകളുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാണിത്. അവരും നിങ്ങളെപ്പോലത്തെ സൃഷ്ടികളാണ്, അതുകൊണ്ട് അവരെ പീഡിപ്പിക്കരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസിയ്യത്ത് ചെയ്തു. നോക്കി നിങ്ങളിവിടെ അടിമകളുടെ അവകാശത്തിൽ അവരെ കൂടെ ഇരുത്താനാണ് പറഞ്ഞത്. ഉടമകൾ അടിമകളെ കൂടെ ഇരുത്താൻ. അതിൽ കണ്ട ഹദീസ്, ഇദാ സനഅ ലി അഹദികും ഖാദിമുഹു തആമഹു സുമ്മ ജാഅഹു ബിഹി ഫൽയുജ്ലിസുഹു ഫലിയകുൽ മഅഹു, ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അടിമ കൊണ്ടുവരുമ്പോൾ ആ ഭൃത്യനെ കൂടെ ഇരുത്തണം, എന്നിട്ട് അവനോടൊപ്പം തിന്നണം. ഫലിയകുലു മഅഹു എന്നാണ്. ഫഇൻ അബ, ഇനി ഭൃത്യൻ വിസമ്മതിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫലിയുനാവിലുഹു ലുഖ്മതൻ ഔ ലുഖ്മതൈനി, 1-2 ഉരുളകൾ ആ ഭക്ഷണത്തിൽ നിന്ന് പെറുക്കിയിട്ട് അവന് കൊടുത്ത് നൽകണം എന്നാണ്. അടിമക്ക് അത് അവന് നൽകണം, എടുത്ത് നൽകണം. എന്നിട്ട് റസൂൽ പറയണം, അവനാണല്ലോ അത് പാകം ചെയ്യുമ്പോഴുള്ള ചൂടും പുകയും പ്രയാസവും അധ്വാനവും ഒക്കെ അനുഭവിച്ച്, അതുകൊണ്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കൂടെ ഇരുത്തണം, എന്നിട്ട് ഒപ്പം ഇരുന്ന് തിന്നണം. ഇനി അവൻ വിസമ്മതിക്കുകയാണെങ്കിൽ ഉരുള എടുത്തിട്ട് അവനെ പായിപ്പിക്കുകയല്ല, പിന്നെ അവൻ ഇരിക്കാൻ കൂട്ടാക്കണില്ല എങ്കിൽ 1-2 ഉരുളകൾ എടുത്തിട്ട് അവൻ്റെ കയ്യിൽ കൊടുക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതിൽ മറ്റൊരു ഹദീസാണ് ഇപ്രകാരം, അതാണ് അൽ മംലൂക്ക് അഖൂഖ്, നമ്മൾ പറഞ്ഞില്ലേ അടിമ സഹോദരനാണെന്ന് പറഞ്ഞില്ല, അതിൻ്റെ ബാക്കിയാണത്. ഫൈദാ സനഅ ലക തആമൻ, നിനക്ക് അവൻ ഭക്ഷണം പാകം ചെയ്താൽ ഫഅജ്ലിസുഹു മഅക്, അവനെ നിൻ്റെ കൂടെ ഇരുത്തണം. ഫൈൻ അബാ ഫഅത്ഇമുഹു ഫീ യദിഹി വലാ തദ്രിബു വുജൂഹഹു, ഇനി അവന് വിസമ്മതിക്കുകയാണെങ്കിൽ ഭക്ഷണം അവൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കണം, തിന്നാൻ വേണ്ടിയിട്ട്. ഭക്ഷണം കയ്യിൽ വെച്ച് കൊടുത്തിട്ട് തീറ്റിക്കണം, അതാണ് പറയുന്നത്. വലാ തദ്രിബു വുജൂഹഹും, അവരുടെ മുഖത്തടിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിഷയത്തിൽ വസിയത്ത് നിർവഹിക്കുകയുണ്ടായി. ഇനി കണ്ട മറ്റൊന്ന്, താൻ തിന്നുന്നത് തീറ്റണം, താൻ ഉടുക്കുന്നത് ഉടുപ്പിക്കുകയും വേണമെന്നാണ്. യജമാനൻ തിന്നുന്നതെന്തോ അതാണ് തീറ്റേണ്ടത്, യജമാനൻ ഉടുക്കുന്നതെന്തോ അതാണ് ഉടുപ്പിക്കേണ്ടത്. ആരെ ഉടുപ്പിക്കേണ്ടത്? അടിമയെ. ആ വിഷയത്തിൽ ഇതാണ് ഒരു ഹദീസ്, നിങ്ങളുടെ അടിമകൾ നിങ്ങളുടെ സഹോദരങ്ങളാണ്. നമ്മൾ പറഞ്ഞില്ലേ ഇഖ്വാനുക്കും ഹവലുക്കും എന്ന് പറഞ്ഞില്ലേ, അടിമ ആരാണെന്ന് ചോദിച്ചപ്പോൾ അടിമ സഹോദരങ്ങളാണ്. അതാണ് നിങ്ങളുടെ അടിമകൾ നിങ്ങളുടെ സഹോദരങ്ങളാണ്. അള്ളാഹു അവരെ നിങ്ങളുടെ കൈ കീഴിലാക്കിയിരിക്കുന്നു. തൻ്റെ കീഴിൽ സഹോദരനുണ്ടെങ്കിൽ, എന്നാൽ അടിമയുണ്ടെങ്കിൽ, തൻ്റെ സഹോദരനുണ്ടെങ്കിൽ, താൻ തിന്നുന്നതിൽ നിന്ന് അവനെ തീറ്റട്ടെ, താൻ ധരിക്കുന്നതിൽ നിന്ന് അവനെ ധരിപ്പിക്കട്ടെ. അവർക്ക് താങ്ങാനാകാത്തത് അവരോട് കൽപ്പിക്കരുത്, അവരോട് കൽപ്പിച്ചതിൽ അവരെ സഹായിക്കണം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇത് അബൂദറുൽ ഖിഫാരിയാണ് ഇത് ഉദ്ധരിക്കുന്നത്. അബൂദറുൽ ഖിഫാരി ഒരിക്കൽ റബ്ദയിൽ, അദ്ദേഹം അവസാന കാലം താമസിച്ച സ്ഥലമാണ് റബ്ദ, അവിടെ ഒരിക്കൽ അദ്ദേഹം കാണപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ ഒരു ഭൃത്യനും കാണപ്പെട്ടു. 2 ആൾക്കും ഒരേ ഡ്രസ്സാണ്, അബൂദറിനും അദ്ദേഹത്തിൻ്റെ അടിമക്കും. അപ്പോൾ അതിൽ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ 2 ആൾക്കും ഒരേ ഡ്രസ്സ്? അപ്പോൾ അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അദ്ദേഹത്തിന് വന്നൊരു വീഴ്ച. അദ്ദേഹം ചെയ്തു, പിന്നെ ഒരടിമയെ ബിലാൽ, അന്ന് അടിമയാൽ ബിലാലിനെ പിന്നെ ഇബ്നു സൗദ, കറുത്ത പെണ്ണിൻ്റെ മകനെ എന്ന് വിളിച്ച് അബൂദർ. അപ്പോൾ ബിലാൽ റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഓടിച്ചെന്നിട്ട് ഈ വിഷയം പറഞ്ഞ് അബൂദർ എന്നിങ്ങനെ ആക്ഷേപിച്ചു എന്നുള്ളത്. അപ്പോൾ അബൂദറിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ശകാരിച്ചതാണ്. ബിലാൽ ചെന്ന് ഇത് സങ്കടപ്പെട്ടപ്പോഴത്തേക്ക് അബൂദർ ഓടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ മുട്ടുകുത്തി നിന്നിട്ടുണ്ട്. കാരണം അബൂദറിന് അറിയാം എന്തായിരിക്കും പ്രതികരണം എന്നുള്ളത്. മുട്ടുകുത്തി നിന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂദറിനോട് പറഞ്ഞത് അയ്യർതഹു ബി ഉമ്മിഹി ഇന്നക ഇംറുഉൻ ഫീക ജാഹിലിയ എന്നാണ്. യാ അബൂദർ അയ്യർതഹു ബി ഉമ്മി ഇന്നക ഇംറുഉൻ ഫീക ജാഹിലിയ. അദ്ദേഹത്തിൻ്റെ ഉമ്മയെ പരാമർശിച്ച് നിങ്ങൾ അദ്ദേഹത്തെ ആക്ഷേപിച്ചോ? നിങ്ങളിൽ ജാഹിലിയത്ത് കുടിക്കൊള്ളുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അബൂദറിനോട്. എന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞത്. നിങ്ങളുടെ അടിമകൾ നിങ്ങളുടെ സഹോദരങ്ങളാണ്. നിങ്ങളുടെ കൈക്കീഴിൽ അള്ളാഹു അവരെ നിശ്ചയിച്ചിരിക്കുന്നു. എന്നിട്ട് ഫമൻകാന അഹൂഹു തഹ്ത യദിഹി എന്നാണ്. ഫമൻകാന അബ്ദുഹു എന്നല്ല, മംലൂക്കുഹു എന്നല്ല. തൻ്റെ സഹോദരൻ ഒരാളുടെ കീഴിലുണ്ട് എങ്കിൽ, അടിമ കീഴിലുണ്ടെങ്കിൽ എന്ന ഉദ്ദേശത്തിൽ ഫലിയത്ഉമുഹു മിമ്മാ യഅകുൽ വയുൽബിസുഹു മിമ്മാ യൽബിസ്. തിന്നുന്നത് തീറ്റണം, താൻ ഉടുക്കുന്നത് ഉടുപ്പിക്കണം, അവർക്ക് കഴിയാത്തത് കൽപ്പിക്കരുത്. ഇനി കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് അവരെ സഹായിക്കണം. മുതലാളി ഉടമസ്ഥൻ തൊഴിലാളി അടിമയെ സഹായിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് ആ ഉപദേശത്തിൻ്റെ ചൂടാണ്, അതിൻ്റെ സ്വാധീനമാണ്. അബൂദർ റളിയല്ലാഹു അൻഹു മരിക്കോളം അടിമക്കും അദ്ദേഹത്തിനും ഒരേ ഡ്രസ്സാണ്, ഒരേ വസ്ത്രവിധാനമായിരുന്നു എന്നുള്ളതാണ് അവിടെ ആ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്.